കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ വെട്ടിലായി LDF. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വീണ്ടും വിവാദക്കുരുക്കിൽപ്പെട്ടതോടെ വെട്ടിലായിരിക്കുകയാണ് ഇടതുമുന്നണി. മന്ത്രിസഭയിലെ മികച്ച മന്ത്രി എന്ന നിലയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു ഗണേഷ് കുമാർ. KSRTCയെ ആദ്യമായി ലാഭത്തിലെത്തിച്ച മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിനെ ഇടതുമുന്നണി തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉയർത്തിയ ആരോപണങ്ങൾ LDFനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഗണേഷിനെ തള്ളിപ്പറയുമോ എന്നാണ് അറിയേണ്ടത്. സംഭവത്തെ തുടർന്നുള്ള സ്ഥിതി വിലയിരുത്തുകയാണ് LDF നേതാക്കൾ. മുഖ്യമന്ത്രിയോട് ഗണേഷ് കുമാർ തന്നെ നേരിട്ട് വിവാദം വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടെ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഗണേഷ് കുമാറിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തി നടന്ന മാർച്ചിൽ സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. കൽപ്പറ്റയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈകളിൽ കോഴികളുമായി നടത്തിയ വേറിട്ട പ്രതിഷേധം ശ്രദ്ധേയമായി. കൽപ്പറ്റയിൽ പ്രതിഷേധക്കാർ KSRTC ബസ്സുകൾ തടയുകയും ഗണേഷ് കുമാറിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള കയ്യാങ്കളി ഉണ്ടായി. ബസ് തടഞ്ഞ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ പോലീസിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ലഭിക്കാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ലഭിക്കുകയെന്ന് സതീശൻ ചോദിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ മോശ സാഹചര്യത്തിൽ കണ്ടെന്നും ഇത് പുറത്തു പറയാൻ പോലും പറ്റാത്ത കാര്യമാണെന്നുമായിരുന്നു ഭാര്യ ബിന്ദു മേനോൻ തുറന്നടിച്ചത്. മന്ത്രിയുടെ ഫോട്ടോ അന്ന് എടുത്തിരുന്നെന്നും ആ ഫോട്ടോകളെല്ലാം കയ്യിലുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞു. അന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. വീടിന് പുറത്തേക്ക് കടക്കാതിരിക്കാൻ വാതിലടച്ചു. ബന്ധുവായ BJP കൗൺസിലർ ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയത്. എന്നാൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. പോലീസിനെ വിളിച്ചതിന് പിന്നാലെ ആ സ്ത്രീയെ കാറിൽ കയറ്റി വിട്ടു. സ്ത്രീ പോയതിനു പിന്നാലെ ഗണേഷ് കുമാർ മുറിയിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു. പ്രതികരിക്കേണ്ട എന്നാണ് ആദ്യം കരുതിയതെന്നും തനിക്ക് വട്ടെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാം തുറന്നു പറയുകയാണെന്നും അവർ വ്യക്തമാക്കി. മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് സഹായിയായ ശാന്തനാണ്. പ്രദീപാണ് വാതിലടച്ചത്. ശാന്തനാണ് സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. വീട്ടിൽ കണ്ടതിനെല്ലാം തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകളോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും നിയമ നടപടിക്കില്ല എന്നുമാണ് ബിന്ദു മേനോൻ പറഞ്ഞത്.